വി.ഡി. സതീശന് അള്ളുവെച്ച് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. ഇന്ന് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിർണായക ചർച്ചകളാണ് തിരുവനന്തപുരത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി വരുന്നത് രണ്ട് പക്ഷങ്ങൾ തമ്മിൽ യോജിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒന്നിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ കെ.സി. വേണുഗോപാൽ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടത്തിയത്. അതിനുശേഷം കെ.സി. വേണുഗോപാൽ പറഞ്ഞത് എന്താണോ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത് അത് ലഭിച്ചിരിക്കും എന്നാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അത് തന്നെയാണ് ഇന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. താൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ എങ്ങോട്ടുമില്ല എന്ന നിലപാടിലായിരുന്നു ഇന്നലെ വരെ രമേശ് ചെന്നിത്തല എത്തിയത്. രമേശ് ചെന്നിത്തലയുടെ ആ തീരുമാനത്തെ തിരുത്താൻ വേണ്ടി ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഇന്നലെ മാരത്തൺ ചർച്ച നടന്നിരുന്നു. എന്നാൽ അദ്ദേഹം ഒടുവിൽ മന്ത്രിസഭയിൽ ചേരാമെന്നായി. എന്നാൽ ഇന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് വേണ്ടി കടുംപിടുത്തം പിടിച്ചു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. പക്ഷേ ആഭ്യന്തരമന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉച്ചവരെ ആയിരുന്നില്ല. അതിനുശേഷം രമേശ് ചെന്നിത്തല ഇതാ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേൽക്കുന്നു എന്ന സുപ്രധാന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശൻ വെറും ഒരു പാവ മുഖ്യമന്ത്രിയായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഭ്യന്തര വകുപ്പില്ലാത്ത മുഖ്യമന്ത്രി വെറും ഒരു ദുർബലനായ മുഖ്യമന്ത്രിയായി മാറും. അതുതന്നെയാണ് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ നിർണായകമായ മറ്റൊരു ചർച്ച കെ.സി. വേണുഗോപാലിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പടനയിച്ച കെ. സുധാകരൻ ഇന്ന് രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി. അങ്ങനെ 3 ചർച്ചകൾ. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ. സുധാകരനും. ഇങ്ങനെ പുതിയ ഒരു സമവാക്യം കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. കെ. സുധാകരനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും എന്ന ഒരു പുതിയ ഫോർമുല സതീശനെതിരെ രൂപപ്പെട്ടിരിക്കുന്നു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തങ്ങൾ നിശ്ചയിക്കുന്നവരെ മന്ത്രിയാക്കുക എന്നുള്ളവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സണ്ണി ജോസഫ്, എം ലിജു, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, ടി. സിദ്ദിഖ്, ഐ.സി. ബാലകൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്രയും പേരെ കൂടി മന്ത്രിയാക്കണമെന്നാണ് സംയുക്തമായ രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിൻ്റെയും കെ. സുധാകരൻ്റെയും ആവശ്യം. അത് എത്രത്തോളം വി.ഡി. സതീശൻ ചെവിക്കൊള്ളും എന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവസാന ലാപ്പിലാണ് വി.ഡി. സതീശനെ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും കെ. സുധാകരനും ചേർന്ന് സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം ദുർബലനായ ഒരു നിയുക്ത മുഖ്യമന്ത്രിയായിരിക്കുന്നു. അതായത് ആഭ്യന്തരമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറിയിരിക്കുന്നു. ഇനി കെ.സി. വേണുഗോപാലിൻ്റെയും ചെന്നിത്തലയുടെയും കെ. സുധാകരൻ്റെയും നോമിനികളായി സണ്ണി ജോസഫും എം ലിജുവും എ.പി. അനിൽകുമാറും പി.സി. വിഷ്ണുനാഥും ടി. സിദ്ദിഖും ഐ.സി. ബാലകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി വരുന്നതോടുകൂടി മന്ത്രിസഭയിൽ വി.ഡി. സതീശനുള്ള പിടി വളരെ ദുർബലമാകും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിന് ലഭിക്കുന്നത്. അതിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിൻ്റെയും നോമിനികൾ ബഹുഭൂരിപക്ഷമാകുന്നതോടുകൂടി ആഭ്യന്തരം പോലുമില്ലാത്ത വെറും ഒരു പാവ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറും എന്ന് മാത്രമല്ല 5 മന്ത്രിമാരെ വേണം എന്നുള്ള കടുംപിടുത്തത്തിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന, രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന, കെ.സി. വേണുഗോപാലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു പാവ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മാറും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുക്കാം എന്നതിലപ്പുറത്തേക്ക് വി.ഡി. സതീശന്റെ മുന്നിൽ ശക്തമായ ആഭ്യന്തരം പോലെ ശക്തമായ ഒരു വകുപ്പ് അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം വെറും ഒരു ദുർബലനായ മുഖ്യമന്ത്രിയായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലീഗിന്റെ സമ്മർദ്ദവും ഒപ്പം രമേശ് ചെന്നിത്തലയുടെയും കെ.സി. വേണുഗോപാലിന്റെയും സമ്മർദ്ദവും കൂടി വരുന്നതോടുകൂടി വി.ഡി. സതീശന്റെ അജണ്ടകൾ അത്ര പെട്ടെന്ന് നടത്തിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാത്രിയോടുകൂടി മന്ത്രിമാരെ മുഴുവൻ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വി.ഡി. സതീശനെങ്കിലും ഇത്തരം ചില കുരുക്കുകൾ കൂടി വന്നതോടുകൂടി മന്ത്രിമാരെ ചൊല്ലിയുള്ള സങ്കീർണതകൾ
വീണ്ടും വീണ്ടും രൂക്ഷമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എപ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കും, അതോ നാളെ മാത്രമേ മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയുകയുള്ളോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. മറ്റന്നാളാണ് സത്യപ്രതിജ്ഞയുടെ അവസാനത്തെ ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നെങ്കിലും മന്ത്രിമാർ ആരെല്ലാമാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ തീരുമാനമായില്ലെങ്കിൽ നാളെയും ഈ മാരത്തൺ ചർച്ചകൾ തുടരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.